ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആ കാര്യം, അതായത് ആ സന്തോഷം നിങ്ങൾക്ക് വന്നു ചെയ്യും. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടും. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടും. എൻ്റെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി ഞാൻ ആഗ്രഹിക്കുന്ന ആ സന്തോഷം എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് പറയാൻ കാരണം, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം നടക്കാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ അതിലൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാനത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അവിടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോഴീ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി ഹാങ്ഡ് മാൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ചൊരു കാര്യം പറയുന്നത്, ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മാനസികമായിട്ട് വളരെ വിഷമിച്ച് കഴിയുന്നു. അത് മാത്രമല്ല, അവർ അവരുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമുണ്ട്.
തീരുമാനങ്ങൾ എടുത്ത വ്യക്തികളുമുണ്ട്. ആ തീരുമാനം വേറൊന്നുമല്ല, ആത്മഹത്യ. ഓക്കെ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന, എനിക്ക് ജീവിതം അടുത്തു, എനിക്കിനി ജീവിക്കേണ്ട, ഞാനിനി ഉയരത്തില്ല, ഞാനിനി ഹാപ്പി ആയിട്ട് മുൻപോട്ട് ജീവിച്ചു പോകത്തില്ല എന്ന് തെറ്റായ രീതിയിലുള്ള തീരുമാനങ്ങളെടുത്ത് ജീവൻ നശിപ്പിക്കുവാൻ, അതായത് ആത്മഹത്യ ചെയ്യുവാൻ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചില ദോഷഫലങ്ങൾ വരുത്തിയതാണ്. ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള തടസ്സങ്ങളും ആപത്തുകളും ചതികളും ഒക്കെ വന്ന വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. അതിനുള്ള സോഴ്സ് സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു മെഡിറ്റേഷൻ വീഡിയോ. നിങ്ങളത് രാവിലെ ഒരു അരമണിക്കൂർ, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു അരമണിക്കൂർ മുടങ്ങാതെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളിൽ ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും പതിയെ പതിയെ മാറിപ്പോകുന്നതായിരിക്കും. അങ്ങനെ അത് മാറിപ്പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള അത്ഭുതങ്ങളും വിജയങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയല്ല, നിങ്ങൾ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഒരുപാട് ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങളൊരു കാര്യം ഓർത്തു കൊടുക്കുക. വലിയൊരു ഭാഗ്യം നമുക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ, അത് വരും മുൻപായിട്ട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ആത്മഹത്യ വരെ ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, എനിക്കിനി മുൻപോട്ട് വലിയ വലിയ അനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുകയാണ്. ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നെഗറ്റീവ് എനർജി ആണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത്. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജി വീണ്ടും 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 കൂടുതലായിട്ട് നിങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ കരയേണ്ട വ്യക്തിയല്ല, നിങ്ങൾ മനസ്സ് വിഷമിച്ച് ഇരിക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. ആ പ്രണയബന്ധം വളരെ വഴക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ആ പ്രണയബന്ധം വഴക്ക് കൂടി പിരിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ചില പേർക്ക് വഴക്ക് കൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും ആ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ വിട്ട് പിന്മാറിപ്പോയ വ്യക്തികളുമുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. പോയവരെല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങളെ വിട്ട് ഏത് വ്യക്തിയാണോ അകന്നു പോയത് ആ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ തേടി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളിൽ വന്നു ചേർന്ന ദോഷങ്ങളാണ്. അത് നിങ്ങൾ മാറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോഷങ്ങൾ മാറ്റാനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഞാൻ ആ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ ചെയ്യുക. മുടങ്ങാതെ ചെയ്യുക. മനസ്സ് മടിച്ചു പോകാതെ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വിശ്വസിക്കുക, എൻ്റെ ദോഷഫലം ഇപ്പോൾ മാറാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുക. എനിക്ക് വിജയിക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുക. എൻ്റെ നാശം കണ്ട് ചിരിക്കുന്ന ആൾക്കാരുടെ മധ്യത്തിൽ എനിക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് നിങ്ങൾ മനസ്സിലോർത്ത് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും നിങ്ങൾക്ക് വരില്ല. പക്ഷേ ആ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറും. അത് മാറുന്നതനുസരിച്ച് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിങ്ങളോട് എടുത്തു പറയും. നിങ്ങളിപ്പോൾ ഇങ്ങനെ കഴിയേണ്ട വ്യക്തിയല്ല, വളരെ എൻജോയ്ഫുള്ളായിട്ട് കഴിയേണ്ട വ്യക്തിയാണ്. ആ ജീവൻ തന്നെ നിങ്ങൾക്ക് വരും.
നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹ തടസ്സം ഉള്ളതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഒരുപാട് നോക്കി പക്ഷെ ഒന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, തക്ക സമയത്ത് ആ ദോഷഫലം മാറുന്നതനുസരിച്ച് യൂണിവേഴ്സ് നേരത്തെ അറിയിച്ച പോലെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും. അല്പ താമസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു ഹാപ്പി വരാൻ വെയിറ്റ് ചെയ്യുക, ഒരു നന്മ വരാൻ വെയിറ്റ് ചെയ്യുക. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം ഒരു തടസ്സവും കൂടാതെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ചു, പക്ഷേ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരുടെ സമ്മതമില്ല, കൂട്ടുകാരുടെ സമ്മതമില്ല, നാട്ടുകാരുടെ സമ്മതമില്ല. അങ്ങനെ ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ വിവാഹ തടസ്സം പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ചില വ്യക്തികൾ വിദേശത്ത് പോകണമെന്ന് വേണ്ട ആഗ്രഹിച്ചു, പക്ഷെ നടക്കുന്നില്ല. അതിപ്പോൾ ജോലിക്ക് വേണ്ടിയായാലും അല്ലാതെ തന്നെ ഹസ്ബൻഡ് ഇപ്പോൾ വിദേശത്തുണ്ട്, ഭാര്യയ്ക്ക് മക്കൾക്കും പോകണം, പക്ഷെ നടക്കുന്നില്ല, തടസ്സമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ തടസ്സം ഉടൻ തന്നെ മാറാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഉടൻ തന്നെ നിങ്ങൾ വിദേശ രാജ്യം കാണുമെന്ന് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അതിവേഗം തന്നെ നിങ്ങൾ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾ ചില രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ആ രോഗം ചികിത്സിക്കുവാനുള്ള സാമ്പത്തികം പോലും അവർക്കില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു സഹായഹസ്തം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി വരും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് ചികിത്സ കിട്ടും, നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമം കളയുക, നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ അസുഖം മാറാൻ പോവുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ചില വ്യക്തികൾ വീട്ടിനുള്ളിൽ പരസ്പരം സന്തോഷമില്ല, പരസ്പരം വഴക്കും കാര്യങ്ങളാണ്. അങ്ങനത്തെ ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, അതിവേഗം തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ പരസ്പരം നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നു, അതായത് മുൻപോട്ട് കൊണ്ടുപോകുന്നു യൂണിവേഴ്സ് അറിയിക്കുക. ചില നെഗറ്റീവ് എനർജി നിങ്ങളിൽ അവിടെ വന്ന് കൂടിയുകൊണ്ടാണ് ഇത്രയും പ്രശ്നമുണ്ടായത്. ഇനി അതൊക്കെ മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും ചിന്തിക്കാതിരിക്കുക. എല്ലാ കാര്യവും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നടക്കും, ഏത് കാര്യമായി നിങ്ങൾക്ക് നടക്കും. അതിനുള്ള വിധിയും ഭാഗ്യവും നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോഴെല്ലാം ഹാപ്പി ആയിട്ട് ഇരുന്നു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി ഹെർമിറ്റ് എന്ന കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്ത് പറയുന്നത്, ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളിൽ 98% ആൾക്കാരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അതായത് ആരുമില്ലാതെ, ആരുടെയും സ്നേഹമോ സന്തോഷമോ ഒന്നും ലഭിക്കാതെ ഒറ്റപ്പെടൽ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിറ്റിയുടെ അറിയിക്കും. കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ചില സംഭവങ്ങൾ, അതായത് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കാത്ത, നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അത് ഉണ്ടായത് മറ്റാരും കാരണമല്ല, നിങ്ങളാണ് കാരണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും അത് നിങ്ങൾ നെഗറ്റീവായിട്ട് യൂസ് ആക്കി, അതായത് ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർ നെഗറ്റീവായിട്ട് ജീവിച്ചു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില ലഹരികൾക്ക് അടിമകളാണ്. ലഹരികൾക്ക് അടിമകൾ എന്ന് മാത്രമല്ല, ചില പുരുഷന്മാര് ചില സ്ത്രീകൾക്ക് അടിമയാണ്. അതായത് ചില വിഷയങ്ങളിൽ അതേപോലെ തന്നെ സ്ത്രീകളും
ഫാമിലി ഉണ്ടായിരുന്നിട്ടും മറ്റു ചില ബന്ധങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ വന്നതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എത്ര നന്നായിട്ട് ജീവിക്കണമെന്ന് ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. പൊതുവെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ ജീവിതം ഇപ്പോൾ വിജയമില്ലാത്ത ജീവിതമാണ്. തടസ്സങ്ങൾ നിറഞ്ഞ് തുലഞ്ഞ ജീവിതം, അതായത് ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകാൻ യാതൊരുവിധ മാർഗങ്ങളുമില്ല. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ 3 രീതിയിലുള്ള ഫലങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ കാർഡിൽ യൂണിവേഴ്സ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. തെറ്റായിട്ടുള്ള മാർഗത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ അവര് സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ബാക്കി യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ കരയിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തികളും കാര്യങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത്, ചില വ്യക്തികൾ എല്ലാം നെഗറ്റീവായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. മുൻപോട്ട് കയറി പോകുവാനുള്ള എല്ലാവിധമായിട്ടുള്ള ചാൻസുകൾ വന്നിട്ടും അതിൽ നെഗറ്റീവ് കണ്ട് അത് ഒഴിവാക്കുന്ന ചില വ്യക്തികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുൻപിൽ വന്നു ചേരുന്നത് ചെറിയൊരു ചാൻസ് ആയാലും ആ ചാൻസ് നിങ്ങൾ പാഴാക്കരുതെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുന്നു. അതുവഴി നിങ്ങൾ കയറി പോയിക്കൊള്ളുക. വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ കാത്തിരിപ്പുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സ്വയം ഒന്ന് വളയം കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾക്ക് ഭക്തിയില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല. അതായത് ചില വ്യക്തികൾ, അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ആ ഒരു പ്രാർത്ഥന കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന നെഗറ്റീവ് എനർജി എല്ലാം നിങ്ങളിൽ വരും. നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും അടിഞ്ഞുകൂടും. അങ്ങനെ നെഗറ്റീവ് എനർജി അടിഞ്ഞുകൂടുകയും നിങ്ങൾ ഭാഗ്യമില്ലാത്ത വ്യക്തിയായിട്ട്, ജീവിതം തുറഞ്ഞ വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ, അത് ഏത് വിശ്വാസമായാലും ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടെന്ന്, ഒരു സന്തോഷം ഉടൻ നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ലഹരികൾക്ക് അടിമയാണ്. അവർ ഒരിക്കലും അങ്ങനെ ആകണമെന്ന് ചിന്തിച്ച വ്യക്തികളല്ല. നിങ്ങൾ വിഷമിക്കേണ്ട. ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു കൂടിക്കൊണ്ടാണ് നിങ്ങൾ ഈ ലഹരികൾക്കൊക്കെ അടിമയായതും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പഴയ വ്യക്തിയായില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക. അങ്ങനെ മാറ്റാനുള്ള സാമ്പത്തികം സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കാണുക. അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ ആ വീഡിയോ കണ്ട ശേഷം അതിൽ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും പതിയെ 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 മാറുകയും അത് മാറുന്നതനുസരിച്ച് നിങ്ങൾ വലിയ വലിയ ഭാഗ്യങ്ങൾ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത് ഏത് കാര്യമായാലും ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഹീറോപ്പന്ത് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പോയാലും, ഒരു ബിസിനസ് ആയാൽ പോലും, ഒരു പ്രണയമായാൽ പോലും, അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയും ദോഷങ്ങളുണ്ടെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും ആ കാര്യം നടക്കത്തില്ല.
എല്ലാവർക്കും നടക്കും, നിങ്ങളുടെ കൂടെ വരുന്ന എല്ലാവർക്കും ആ കാര്യം നടക്കും. പക്ഷേ നിങ്ങൾക്ക് മാത്രം നടക്കത്തില്ല. നിങ്ങൾ എല്ലാത്തിനും ഫിറ്റ് ആണെങ്കിൽ പോലും, എല്ലാ കാര്യത്തിലും ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നടക്കത്തില്ല. നിങ്ങൾക്ക് പിന്നെ വരാൻ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ നിരാശ. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം അറിയിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. പക്ഷെ അത് ഉടനെ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ സമയം വളരെ മോശം സമയമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഇരുന്നുകൊള്ളുക. എവിടെ നിന്നാണ് ചതികൾ, എവിടെ നിന്നാണ് ആപത്തുകൾ, എപ്പോൾ വരുമെന്നുള്ളത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ആ രീതിക്കുള്ള അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. പക്ഷേ ഇത് മാറും. ഇത് മാറുമെന്ന് പറയാൻ കാരണം നിങ്ങൾ ജന്മനാ തന്നെ, നിങ്ങൾ ജനിച്ച സമയത്ത് തന്നെ ഒരു പവർ, ഒരു മാഗ്നറ്റിക് പവർ, ഒരു കാന്തിശക്തി നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ആ ഒരു പവർ നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം പിടിച്ചിരുന്നത്. എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങളെ ബാധിക്കത്തില്ല. എത്ര തടസ്സം വന്നാലും നിങ്ങൾക്ക് മനസ്സിൽ ഒരു ബലമുണ്ട്. ആ ഒരു ബലത്തോടു കൂടിയാണ് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട ഒരു 3 മാസക്കാലം, ഒരു 3 മാസക്കാലം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വലിയ രീതിക്ക് ഉയരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ 2 വീലർ, കാറ് ഇതൊക്കെ എടുക്കണം, വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിഷമിക്കേണ്ട. ഒരു 3 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഉടൻ തന്നെ നിങ്ങൾ ആ വാഹനം എടുക്കും, നിങ്ങൾ വാങ്ങും. അത് വാങ്ങാനുള്ള സോഴ്സ് നിങ്ങളുടെ മുൻപിൽ തുറന്നു വരും. സാമ്പത്തികം ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കേണ്ട. അതേപോലെ തന്നെ വിദേശത്ത് ജോലിയൊക്കെ ഓക്കെ ആയി, പക്ഷെ കയറി പോകാൻ പറ്റുന്നില്ല. അവിടെ അവർ ശ്രമിക്കുന്നു, പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു 3 മാസത്തിനകത്ത് നിങ്ങൾ വിദേശത്ത് പോയിരിക്കുമെന്ന് യൂണിവേഴ്സ് കൺഫേം ആയിട്ട് ഉറപ്പിച്ച് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ അങ്ങ് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് അവരുടെ വിവാഹ തടസ്സം ഉടൻ തന്നെ മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. എല്ലാവരും 3 മാസം, ആ 3 മാസക്കാലം മാത്രമേ നിങ്ങൾക്ക് ഈ തടസ്സമുള്ളൂ. ഇനി മുൻപോട്ട് അങ്ങോട്ട് വിജയമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും നാള്, ഇത്രയും കാലം നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല, ജീവിതം മൊത്തം വഴിമുട്ടി നിൽക്കുകയാണ്. ഇത് വന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ചേർന്നുകൊണ്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക. അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും പതിയെ മാറുകയും അതനുസരിച്ച് നിങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു. വളരെ സന്തോഷകരമായി നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം വരെ നിങ്ങൾക്ക് ഉടൻ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയത്തിൽ പ്രശ്നമുള്ള വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ പ്രണയം എന്ന വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒന്നിക്കാൻ പറ്റുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം പ്രണയിച്ചു, പക്ഷെ പിരിഞ്ഞു പോയി, അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തടസ്സവും ഇനി ഉണ്ടാകില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഫുൾ നെഗറ്റീവാണ്, നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാം നെഗറ്റീവാണ്. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിൽ നിങ്ങൾ പറിച്ചെടുത്ത് ദൂരെ എറിയുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യ, സന്തോഷം, സമാധാനം വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി പതിയെ മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പ്രാർത്ഥന മാത്രം ഒരിക്കലും നിങ്ങൾ കൈവിടാതിരിക്കുക.
അതുമാത്രമല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു 3 മാസക്കാലം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചില അപകടങ്ങളൊക്കെ പതിയിരിപ്പുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് യാത്ര പോവുക. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം. ആ പ്രാർത്ഥിച്ച ശേഷം മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട്. അത് വരും, നിങ്ങളെ കൈക്ക് തന്നെ കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് തറപ്പിച്ച് പറയുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.